ഒരു സട്ടാ ബസാറിലെ കണക്ക് കൂടി പറയാം. കർണാൽ സട്ടാ ബസാറിൽ നിന്നുള്ള കണക്ക് NDA 263 എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷമില്ല, ഇന്ത്യ 231. നേരത്തെ പറഞ്ഞ സട്ടാ ബസാറിലെ കണക്കിനോട് ഏതാണ്ട് അടുത്ത് നിൽക്കുന്ന കണക്കാണ്. സട്ടാ ബസാറിൽ BJPക്ക് വൻ ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നമുക്ക് പറയാൻ കഴിയുന്നത്. വളരെ ക്ലോസ് ആയ എന്തും സംഭവിക്കാവുന്ന നമ്പറുകൾ ഇങ്ങനെ മുന്നിലേക്ക് ഇട്ട് തരികയാണ് ഈ പറയുന്ന നിരീക്ഷണ വിദഗ്ധരൊക്കെ. ഇവിടെ നിന്ന് എവിടെ ചെന്ന് ലാൻഡ് ചെയ്യും എന്നുള്ള ആകാംക്ഷ നിൽക്കുമ്പോഴാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മളെ തേടി ഒരു 10 മിനിറ്റിനുള്ളിൽ വരുന്നത്. അല്ല, എനിക്ക് തോന്നുന്നു പക്ഷേ ഈ സത്താ ബസാറിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡേറ്റ കളക്ട് ചെയ്തിട്ടൊന്നും ബെറ്റ് ചെയ്യുന്നത് വെച്ച് അതിന്റെ ഒരു ആവറേജ് എടുത്തിട്ട് വരുന്ന ഒരു കണക്ക് മാത്രമാണിത്. ഒരു പക്ഷേ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള കിട്ടുന്ന റിയാക്ഷൻസ് വെച്ച് അവർ കണക്കാക്കി ചെയ്യുന്ന ഒരു പണം വെച്ചുള്ള കളിയാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള, അതായത് വെറുതെ അങ്ങ് പറഞ്ഞു പോയാൽ പോരാ, അവരുടെ കയ്യിലിരിക്കുന്ന പൈസയാണ്. അതുകൊണ്ട് കുറച്ചുകൂടി അവർ ജാഗ്രത പുലർത്തും. അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മൊത്തത്തിലുണ്ടായ ആ പ്രവണതകളെ സത്താ ബസാറും പ്രതിഫലിപ്പിക്കുന്നു എന്ന വിധത്തിൽ മാത്രമേ അതിനെ കാണാനാവുള്ളൂ. ശാസ്ത്രീയമല്ല, അത് വാതുവെപ്പാണ്. ലോക്സഭാ ഇലക്ഷൻ പ്രൊഡിക്ഷൻസ് പലത് വരുന്നു. നമുക്ക് ഇപ്പോൾ ഉള്ളത് സത്താ ബസാറിന്റെ കണക്കാണ്. ഇപ്പോൾ യോഗേന്ദ്ര യാദവ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ആളുകൾ ട്വീറ്റായി എക്സിൽ എഴുതുന്നുണ്ട്. നമുക്കിനി അറിയാൻ വരുന്നത് പ്രധാനപ്പെട്ട ഏജൻസികളുടെ സി വോട്ടർ, ആക്സിസ് മൈ ഇന്ത്യ, ടുഡേസ് ചാണക്യ പോലെയുള്ള ഏജൻസികളുടെ സെഫോളജി ഡാറ്റയാണ്. അതിനാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ആകാംക്ഷാപൂർവ്വം. ഈ നിമിഷം ഈ പറഞ്ഞ ആകാംക്ഷയ്ക്കപ്പുറം മറ്റൊന്നുമില്ല. ശരി, നേരത്തെ മാർഷൽ വി സെബാസ്റ്റ്യൻ പറയുന്നു ആലപ്പുഴയിലെ കനൽ ഒരു തരി കെടുത്തി 20-20 2020 എന്നുള്ളതാണ് UDFന്റെ പ്രതീക്ഷ. പക്ഷേ അത് കടത്തി LDF പ്രതീക്ഷ വെക്കുന്ന പല മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. ഇതിപ്പോ ആലപ്പുഴ സ്വന്തമാക്കാൻ കഴിയുമ്പോൾ LDFന്റെ കയ്യിൽ നിന്ന് പോകും എന്ന് കൃത്യമായി, UDFന്റെ കയ്യിൽ നിന്ന് പോകും എന്ന് കൃത്യമായി LDF പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ഇപ്പോ ഈ UDFന് മേൽക്കൈ കിട്ടും എന്നുള്ളതാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. അത് ഒരുപക്ഷെ ശരിയുമായിരിക്കാം. പക്ഷേ അതിനകത്തും ചിലപ്പോൾ LDFന് കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിൽ സംഭവിച്ചതുപോലെ ചില സർപ്രൈസ് വിക്ടറി ചില മണ്ഡലങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. മാത്രമല്ല സിപിഎമ്മിന്റെ ഒരു ബൂത്ത് തല കണക്കെടുപ്പിലൊക്കെ അവർക്ക് വലിയ പ്രതീക്ഷ, ഏതാണ്ട് ഒരു 5 മണ്ഡലങ്ങളിലോളം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. വടകര പക്ഷേ ഒരു വലിയ സർപ്രൈസ് ആയിരിക്കും അല്ലെ? വടകരയാണ് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ്. ഞാൻ അതിൽ ഉറ്റുനോക്കുന്നത് അഭിലാഷ് മോഹൻ മണ്ഡലങ്ങൾ പറയുമ്പോൾ ആദ്യം പറയുന്നത് തൃശ്ശൂരും രണ്ടാമത് തിരുവനന്തപുരമാണ്. അതിലാണ് ആകാംക്ഷ മുഴുവൻ നിൽക്കുന്നത്. തീർച്ചയായും BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമോ എന്നുള്ളത് നോക്കൂ. BJP ദേശീയ തലത്തിൽ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന 400-ൽ ചിലത് കേരളത്തിൽ ഏതാണെന്ന് ആലോചിക്കണം. രണ്ടൊക്കെയാണ് മോദി പറഞ്ഞത്. ആ കണക്ക് നോക്കിയാണെങ്കിൽ സൗത്തിൽ കൂടുതൽ സീറ്റ് നേടും എന്ന് പറയുന്നതിനകത്ത് അവർ എണ്ണം കൂട്ടുന്നതിൽ ഒന്ന് തിരുവനന്തപുരവും ഒന്ന് തൃശ്ശൂരും അവർ കൂട്ടുന്നുണ്ട്. BJP കൂട്ടുന്നുണ്ട്. അവിടെ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളത് വേറെ കാര്യം. അതുകൂടി കണക്കിലാക്കിയാണ് സൗത്തിൽ തെക്കേ ഇന്ത്യയിൽ അവർ കൂടുതൽ സ്ഥിതി മെച്ചപ്പെടുത്തും എന്ന് പറയുന്നത്. പക്ഷേ കർണാടകത്തിൽ അങ്ങനെ സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള സാഹചര്യം ഞാനിപ്പോൾ കാണുന്നില്ല. തമിഴ്നാട്ടിൽ അവർ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. അവർ ഒരു ഉത്തരേന്ത്യൻ പാർട്ടി എന്നതിനപ്പുറത്തേക്ക് ഒരു ദ്രാവിഡ പാർട്ടിയായി അവർ പരിണമിപ്പിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടന്നുണ്ട്. പക്ഷേ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? എന്തെങ്കിലും തരത്തിൽ തമിഴ്നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നമ്പറിൽ 2 സീറ്റാണ് അവർ കാണുന്നത്. പ്രത്യേകിച്ച് കോയമ്പത്തൂരിൽ ജയിക്കുമെന്ന വലിയ ആത്മവിശ്വാസം അവരെ സംബന്ധിച്ചുണ്ട്. പക്ഷേ 2 സീറ്റ്, ഒരു സീറ്റ് PMKക്കുമെന്ന ഒരു പ്രതീക്ഷ അവർ പുലർത്തുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞത് നടക്കാതിരിക്കാം. അതിനപ്പുറത്തൊരു വലിയ വോട്ട് ശതമാനം കൂടാ. കോയമ്പത്തൂരിൽ അണ്ണാമലൈ വിജയിക്കും എന്ന് അവിടെ നിന്നുള്ളവർ കരുതുന്നില്ല. BJP കുറച്ച് വോട്ട് കാര്യമായി പിടിക്കുമായിരിക്കും. പക്ഷേ അണ്ണാമലയ്ക്ക് അവിടെ ജയിക്കാനുള്ള സാധ്യത കാണുന്നു. അങ്ങനെയാണെങ്കിൽ മുഴുവൻ സീറ്റുകളും ഇന്ത്യ മുന്നണി എന്നൊരു സെനാരിയോയിലേക്ക് പോവാം. AIDMK 1-2 സീറ്റ് ഒരു പക്ഷേ ജയിച്ചേക്കാം. തമിഴിസൈ സുന്ദരരാജന്റെ കാര്യത്തിലാണ് BJP തമിഴ്നാട്ടിൽ വലിയ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിലൊന്ന്. തമിഴിസൈ സൗന്ദരരാജൻ ഗവർണർ പദവിയിൽ നിന്നാണ് മത്സരിക്കാൻ വന്നത്. BJPയുടെ പഴയ അധ്യക്ഷനാണ്. എനിക്ക് പാർത്ഥദാസിന്റെ ഒരു പ്രവചനം കൂടി, എക്സിറ്റ് പോളൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ആരുടെങ്കിലും പ്രവചനം പറയാലോ. തെലങ്കാനയിൽ കോൺഗ്രസ് 9 മുതൽ 11 വരെയും NDA മുന്നണി 5 മുതൽ 7 വരെയും സീറ്റുകൾ നേടുമെന്ന് പറയുന്നു. AIMIMന് ഹൈദരാബാദ് നിലനിർത്താൻ കഴിയും. NDA 5 മുതൽ 7 വരെ സീറ്റുകൾ നേടും തെലങ്കാനയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, BJPക്ക് നിലവിൽ 4 സീറ്റ് മാത്രമുള്ള സ്ഥലമാണ്. BJP നിശ്ചയമായും തെലങ്കാനയിൽ അവരുടെ സീറ്റ് വർദ്ധിപ്പിക്കുന്നു. കോൺഗ്രസും സീറ്റ് വർദ്ധിപ്പിക്കുന്നു. BRS എന്ന പാർട്ടി ഏറെ ഇല്ലാതായിരിക്കുന്നു തെലങ്കാനയിൽ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കണക്കാണ് അത് എന്ന്. 8 സീറ്റ് വരെയാണ് തെലങ്കാനയിൽ BJP പ്രതീക്ഷിക്കുന്നത്. അവർക്ക് 7 സീറ്റ് വരെ കിട്ടാം എന്നാണ് ആദ്യത്തെ ഒരു പ്രവചനം വരുന്നത്. AIMIM അസസുദ്ദീൻ ഒവൈസി ഹൈദരാബാദ് നിലനിർത്തുകയും ചെയ്യാം. സാധ്യതയില്ലേ? അഖിലേഷ് യാദവ് പറയുന്നത് ഉത്തർപ്രദേശിൽ BJPയുടെ എല്ലാ സീറ്റുകളും നഷ്ടമാകുമെന്ന ആത്മവിശ്വാസമാണ് മുന്നോട്ട് വെക്കുന്നത്. അതായത് തൂത്തുവാരിപ്പോയ ഒരു സംസ്ഥാനത്തിൽ 5 സീറ്റിൽ നിന്ന് മുഴുവൻ സീറ്റുകളിലേക്ക് വളർന്ന് വികസിക്കാൻ കഴിയുമെന്ന് SP-യും ഇന്ത്യ മുന്നണിയും സ്വപ്നം കാണുന്നുണ്ട്. എന്തായാലും ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ BJP നേടിയ 20 സീറ്റുകളിൽ അതിശക്തമായ മത്സരം അവർ നേരിടുന്നുവെന്ന് ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫ്രണ്ട് പേജ് ആങ്കർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ BJPക്ക് കഴിഞ്ഞ തവണത്തേതിന്റെ അത്രയും ഈസി അല്ല. കഴിഞ്ഞ തവണ നാഷണലിസം വേവ് ഉണ്ടായിരുന്നു, ഇത്തവണ ഇതില്ല.